കൊച്ചി മുസരീസ് ബിനാലയിൽ പ്രദർശിപ്പിച്ച കലാസൃഷ്ടിക്കെതിരെ കത്തോലിക്ക സഭ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത്. ഈ പ്രതിഷേധം ശക്തമായതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രദർശന വേദി താൽക്കാലികമായി അടച്ചു. ഇടം എന്ന പ്രദർശനത്തിന്റെ വേദികളിൽ ഒന്നായ ഗാർഡൻ കൺവെൻഷൻ സെന്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ വിരുന്നിന്റെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രം ആയിരുന്നു. അവിടെ ലിയാനാർഡോ ഡാവിഞ്ചി വരച്ച വിഖ്യാത ചിത്രത്തെ വികലമായി ചിത്രീകരിച്ചു എന്നതാണ് ക്രൈസ്തവ സഭകളുടെ ആരോപണം. ടോം മട്ടക്കുഴി തയ്യാറാക്കിയ ഈ കലാസൃഷ്ടി മൃദംഗിയുടെ ദാരുണാന്ത്യം എന്ന കഥയുടെ നാടകാവിഷ്കാരത്തെ അടിസ്ഥാനം ആക്കിയുള്ളതാണ്. ഈ ചിത്രം വിശുദ്ധ കുർബാനയെയും അന്ത്യ തിരുവത്താഴത്തെയും താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിനെ തെറ്റായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം നീക്കം ചെയ്യണം എന്ന ആവശ്യം ആണ് ശക്തമായിട്ടുള്ളത്. അതല്ല എങ്കിൽ പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദികൾ ആയിരിക്കും നിങ്ങൾ എന്ന തരത്തിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സോഷ്യൽ മീഡിയ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മതസംഘടനകളും പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല ഇത്തരത്തിൽ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ബിനാലയുടെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുമാണ് ബിനാലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബോസ് കൃഷ്ണമാചാര്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. സി ഗോപന്റെ കഥയോടുള്ള പ്രതികരണം ആയാണ് കലാകാരൻ ഈ ചിത്രം സൃഷ്ടിച്ചത് എന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ പ്രദർശന വിവരണത്തിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട് എന്നും ആണ് ക്യൂറേറ്റർമാരായ ഐശ്വര്യ സുരേഷും KM മധുസൂദനും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ചിത്രം ഇപ്പോൾ വലിയ തോതിൽ വിമർശനം നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടി ആണ് ഉള്ളത്. ഈ ചിത്രത്തിന് എതിരെ ആണ് ഇപ്പോൾ പരാതിയടക്കം ഉയർന്നു വന്നിട്ടും ഉള്ളത്. കൊച്ചി ബിനാലെ ആയിൽ വന്ന ചിത്രം അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ സംബന്ധിച്ച സംശയങ്ങൾ ആണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മതവിഭാഗങ്ങളെ അപമാനിക്കുന്നോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. തീർച്ചയായും ഇതിനു മുമ്പും പല സൃഷ്ടികളും ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന രാജ്യം കൂടിയാണ് നമ്മുടേത്. നമ്മുടെ ഭരണഘടനയും അത് അനുശാസിക്കുന്നുണ്ട്. ഇവിടെ ഇതാ സൂചിപ്പിച്ചതുപോലെ ഡാവിഞ്ചി ചിത്രത്തെയാണ് വികലമായി ചിത്രീകരിച്ചു എന്ന ആക്ഷേപം ഉയരുന്നത്. ഇതിൽ പരാതിക്കാരനായിട്ടുള്ള ആൾ തോമസ് എന്ന വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം വളരെ പെട്ടെന്ന്. ഒപ്പം PP ജോസഫിനെയും ഫാദർ ഫിലിപ്പ് കവീലിനെയുമാണ് നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നത്. പരാതിക്കാരനായിട്ടുള്ള ശ്രീ തോമസ് തന്നെയാണ് ടെലിഫോൺ ലൈനിൽ ഉള്ളത്. ശ്രീ തോമസ്, പലപ്പോഴും നമ്മൾ ഈ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ അന്ത്യത്താഴ ചിത്രത്തെ വികലമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? എന്താണ് ഈ പരാതിയിലേക്ക് നയിച്ച സാഹചര്യം? ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ചിത്രം വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് ഡാവിഞ്ചിയുടെ. അപ്പോൾ അദ്ദേഹത്തിന് ആ ചിത്രത്തിനെ പശ്ചാത്തലമാക്കിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം ചിത്രം വരയ്ക്കുകയും അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലോത്സവമായ അല്ലെങ്കിൽ കലാസൃഷ്ടികളുടെ ഒരു ഉത്സവമായ കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഈ ആ ചിത്രം രചിച്ച ആളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഈ അന്ത്യത്താഴത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് പ്രദർശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അന്ത്യത്താഴം എന്ന് പറയുന്ന മഹത്തായ ഒരു കാര്യത്തില് വലിയ വിശ്വാസ സത്യമായിട്ട് ഉള്ളിൽ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ, ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർക്ക് അത് വളരെയധികം വേദന ഉളവാക്കുന്നത് ഒന്നാണ്. ഇത് വലിയ രീതിയിൽ ഈ ചിത്രത്തിനെ വ്യാഖ്യാനിക്കാനോ മറ്റും സാധാരണക്കാരായ മനുഷ്യർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ആ ചിത്രം ഉദ്ദേശിക്കുന്ന വലിയ നാനാർത്ഥങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുകളൊന്നും ഒരു സാധാരണ വിശ്വാസിക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഇതേപോലെ സർക്കാർ സംവിധാനം ഒരുക്കി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു വളരെ ന്യൂനപക്ഷമായ ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ അവര് വിശ്വസിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു പതിപ്പ് വേറൊരു രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മനപ്രയാസമുണ്ട്. ആ ചിത്രത്തിന്റെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. നാളെ ഇപ്പൊ പിയാത്ത എന്നും പറഞ്ഞൊരു വളരെ പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഇതേപോലെ തന്നെ നഗ്നയായ ഒരു സ്ത്രീയുടെ മടിയിൽ യേശുക്രിസ്തു കിടക്കുന്നതായിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിടക്കുന്നതായിട്ട് ചിത്രീകരിച്ചാലും നമുക്കിത് തോന്നുമല്ലോ.
അപ്പോൾ ഈ ഇങ്ങനെയുള്ള വികലമായ ചിത്രീകരണത്തിലൂടെ ഈ ചിത്രകാരന്മാരോ അതിനെ പ്രദർശിപ്പിക്കുന്നവരോ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അവർ നന്മയാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് വേദനയും വിഷമങ്ങളാണോ കൊടുക്കുന്നത്? ഒരു കലാസൃഷ്ടി മനുഷ്യനെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യണമല്ലോ. അദ്ദേഹത്തിന് ആ സൃഷ്ടി എഴുതാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അതേസമയം തന്നെ അതിനെ എതിർക്കാനും അതിനെതിരെ പരാതി കൊടുക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കും ഉണ്ടല്ലോ. അല്ലാതെ അത് ചെയ്യുന്നത് അതേപടി അംഗീകരിക്കണം സമൂഹം എന്നും ശടിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം തുടരട്ടെ. നമ്മൾ അദ്ദേഹത്തിനോടുള്ള പ്രതിഷേധം അറിയിക്കുന്നു, നമ്മൾ അതിന് പരാതി കൊടുക്കുന്നു, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ അധികാരികൾ ചെയ്യട്ടെ. അത്രേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. ഇതിനകത്ത് അതായത് ഈ ചിത്രം പ്രദർശനം തുടരുന്നതിൽ അതൃപ്തിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇത് ചിത്രം തുടരരുതെന്ന് തന്നെയാണ് പരാതി കൊടുത്തേക്കുന്നത്. ആ ചിത്രം തുടരുന്നതിൽ അതൃപ്തി ഉണ്ട്. അദ്ദേഹം അത് അതിന്റെ സംഘാടകരെ അതിനെ വേണ്ട വിധത്തിൽ ഈ സർക്കാരോ അതിന്റെ സംഘാടകരോ ചെയ്യട്ടെ. പിന്നെ എപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വികലമാക്കി ചിത്രീകരിക്കപ്പെടുന്നത് എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രമാണ്. അത് ഈ ഇടയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ഈ ചിത്രീകരണം വരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം പോകേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു കല കൊണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് എന്തിനാണ്? അതിനല്ലല്ലോ കല. കല മനുഷ്യരെ വളർത്താനാണ്, മനുഷ്യരെ സന്തോഷിപ്പിക്കാനാണ്, മനുഷ്യരെ ചിന്തിപ്പിക്കാനാണ്. അപ്പൊ ആവിഷ്കാരം ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അത് അവരുടെ വീട്ടിൽ വെക്കാം. പൊതു പ്രദർശന രംഗത്ത് സർക്കാരിന്റെ ചെലവ് നടത്തിക്കുന്ന പരിപാടിയിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന്റെ മാനങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വരച്ചിട്ട് വഴിയിൽ വെക്കാമല്ലോ, വഴിയിൽ വെക്കാം. ആരെതിർക്കാൻ പോണ്? എതിർക്കണവർ എതിർത്തോട്ടെ, അദ്ദേഹം വരച്ചോട്ടെ. പക്ഷെ നമ്മളുടെ പ്രതിഷേധം നമുക്ക് പറയണല്ലോ, അതിനും ഒരു അവകാശം ഉണ്ടല്ലോ. പ്രതിഷേധവും ഒരു കലയാണ്, അങ്ങനെ തന്നെ എടുക്കണം. അതിന് വര ഒരു കലയാണെങ്കിൽ പ്രതിഷേധം ഒരു കലയാണ്. അത് വളരെ ആരോഗ്യപരമായ രീതിയിലുള്ള പ്രതിഷേധമാണ്. അല്ലാണ്ട് ആ സൃഷ്ടി നശിപ്പിച്ചോ അദ്ദേഹത്തിനെ ചീത്ത വിളിച്ചോ അത് ആ സംഘാടകരെ ചീത്ത വിളിച്ചോ ഒന്നുമല്ല നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. വളരെ മാന്യമായ രീതിയിൽ ബന്ധപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, ജില്ലാ കളക്ടർക്ക്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മട്ടാഞ്ചേരി എന്നിവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഈ പരാതിക്ക് ശേഷം തുടർ നടപടികളോ അങ്ങനെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഇടപെടലോ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അതിന്റെ ഗൗരവം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് അതിപ്പോ താൽക്കാലികമായിട്ട് അത് പൂട്ടിവെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഇൻസ്റ്റാളേഷൻ സെന്റർ പൂട്ടിവെക്കണമെന്ന അഭിപ്രായമൊന്നുമില്ല. അത് ചെയ്യാൻ പാടില്ല. ആ സൃഷ്ടിയാണ് പ്രശ്നം. അതിന് പകരം ആ ഒരു ഇൻസ്റ്റാളേഷൻ സെന്റർ തന്നെ പൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പ്രകോപനപരമായ രീതിയിലേക്ക് അവർക്ക് അത് മാറ്റാനുള്ള ശ്രമമാണ്. ആ സൃഷ്ടി മാറ്റണം. ആ ഇൻസ്റ്റാളേഷൻ ബിനാലെ തുടരണം. കാരണം ബിനാലെ കൊച്ചിയുടെ ഐഡന്റിറ്റിയാണ്. അത് ഒരു കാരണവശാലും നിന്ന് പോകാൻ പാടില്ല. ശരി, ഒരു കാര്യം കൂടി. അതായത് താങ്കൾക്ക് ഈ പരാതിക്കാരൻ എന്ന നിലയിൽ ഇതൊരു ബോധപൂർവമായ തിരുകിക്കയറ്റലായി തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊന്നും ശരിയായ ഒരു വ്യാഖ്യാനങ്ങളൊന്നുമല്ല. അങ്ങനെ ബോധപൂർവമായി സംഭവിച്ചേക്കണ കാര്യങ്ങളോ അങ്ങനെയാണെന്നും വിചാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം ഇത് അദ്ദേഹം ഒരു സൃഷ്ടി ഉണ്ടായി, അവിടെ അത് തെരഞ്ഞെടുത്ത ആൾക്കാർ. പിന്നെ എനിക്ക് അവിടെ ഒരു കാര്യം മൊത്തത്തിൽ കണ്ടപ്പോൾ ഇത് മാത്രമല്ലെന്നേ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോ പക്ഷെ ഇതല്ല, ഇത് അവിടെ ഒരു നല്ല സെലക്ഷൻ കമ്മിറ്റിയോ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയോ ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതിന്റെ അധികാരികളായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അവർ ആരൊക്കെയോ എത്തിച്ചു, ആരൊക്കെയോ കൊണ്ടുവന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ബോധപൂർവം ഒരു വിശ്വാസത്തിനെ ഹനിക്കാൻ വേണ്ടി ബിനാലെ സംഘാടകർ അത് ചെയ്തതാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മലയാള ചിത്രകാരന്മാരുടെ, മലയാളികളായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾക്കൊരു പ്രദർശന സാഹചര്യം അവിടെ ഉണ്ട്, അതിനുള്ള അവസരമുണ്ട്. ആ രംഗത്തേക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വന്നപ്പോൾ അവരത് കുറച്ച് അനുധാവനതയോടെ ചിന്തിക്കേണ്ടതായിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങള്, ഈ നാട്ടിലെ വിശ്വാസികള് അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് മാത്രം മനസ്സിലാക്കാനുള്ള നിഷ്കളങ്കരൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കുന്നത്. അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അവരൊന്ന് ആലോചിക്കേണ്ടതായിരുന്നു. റൈറ്റ്, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ പി പി ജോസഫ് കൂടി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ചേരുന്നുണ്ട്. ശ്രീ പി പി ജോസഫ്, അതായത് ഇതൊരു ബോധപൂർവമായ ഒന്നായി പരാതി നൽകിയിട്ടുള്ള തോമസിന് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത്. അവിടെയൊക്കെ ഹൈന്ദവ സംഘടനകൾ പറയുന്നത് അത് ബോധപൂർവമായി തന്നെ ലോട്ടറിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. ഇവിടെയൊക്കെ ബോധപൂർവമായ ശ്രമങ്ങൾ ഇല്ലാതെ ഇതൊന്നും ആരും മുന്നത്തില്ല. ഇത്രയും സാധനങ്ങൾ ഈ വിളിക്കുന്ന ഇതിനെപ്പറ്റി വിമർശനം വരും എന്നുള്ള കാര്യം ഇത് വരച്ചവനറിയാം. ഇത് വരയ്ക്കുന്നത് ശരിയായ നടപടിയല്ല. ഇതൊരു ആക്ഷേപപരമായിട്ട് വരുന്ന കാര്യമാണ്. ഇതൊരു വിശ്വാസത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിനെ കൊണ്ട് വെക്കുമ്പോൾ ഇത് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകുമെന്നൊക്കെ ദീർഘവീക്ഷണം ഇല്ലാത്തതാണെന്നും അല്ല വരയ്ക്കുന്നേ. വരയ്ക്കാൻ കഴിവുള്ളവന് അതിനുള്ള ദീർഘവീക്ഷണമുണ്ട്. അപ്പം ഇതിന് ആരുടെയും ഒക്കെ ഒരു സപ്പോർട്ടുകളുണ്ട്. പോകുന്നേ പോട്ടെ, വിവാദമാകുന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ രൂക്ഷമായിട്ടുള്ളത് കൊടുക്കാം. ഇത് മറ്റേ ഇതിന്റെ തന്നെയും
ലോട്ടറിയിൽ വന്ന ആ കാണുന്ന അശ്ലീലപരമായ കാര്യങ്ങളും ഇതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എല്ലാവരും മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കിന് വളരെയധികം സെൻസിറ്റീവാണ്. പിന്നെ മറ്റു ചില വിഭാഗങ്ങൾ നമ്മളൊന്നും പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും അവർ ഇതിനേക്കാൾ ഹൈലി സെൻസിറ്റീവാണ്. അതുമായിട്ട് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള അവർക്ക് ആക്ഷേപം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചുകൂടെ ഒരു അഗ്രസീവായിട്ട് അവർ പെരുമാറും. ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ ഇതിനോട് സാധാരണ അത്ര അഗ്രസീവ് ആകാറില്ല. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ബോധപൂർവ്വം ഇപ്പം പിന്നെ നേരത്തെ 5-ാം തിരുവോണം ക്രിസ്തുവിന്റെ 5-ാം തിരുവോണം എന്നുള്ള നാടകം ഇറക്കി. അതിനൊക്കെ തന്നെ നേരത്തെ ഇതേപോലെ തന്നെ പിന്നെ തിരുവത്താഴത്തിന്റെ അന്ത്യത്താഴത്തിന്റെ അതിന് വികരമായിട്ട് നേരത്തെ തീർന്ന ഉണ്ടായി, പല പ്രാവശ്യം ഉണ്ടായി. അപ്പൊ ഇതൊന്നും പിന്നെ ബോധപൂർവമായി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതിന് ഒരു ഭാഗത്ത് ഒരു വളം വെക്കുന്നുണ്ട്. ഇത് നടന്നു പോകുന്നെങ്കിൽ പോട്ടെ, അങ്ങനെ അടുത്ത കുറച്ചുകൂടെ ആക്ഷേപമായിട്ട് വിടാം. ഇത് അതിന് സർക്കാർ സംഘാടകര് ഇതിനൊരു സ്വാഭാവികമായും ഒരു കൊടുക്കണമായിരുന്നു. ഇന്ന രീതിയിലുള്ളതേ വരാവുള്ളൂ, ആരും മറ്റൊന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാകരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൈലോയോ മാനുവലൊന്നും പെടുത്താതെ തന്നെ പിന്നെ സർഗാത്മകതയാണ്, സൃഷ്ടിയാണ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വ്യക്തിയുള്ളതെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇത് ബിനാലെ ഒരു സർക്കാരിന്റെ പ്രോഗ്രാമാണ്. സർക്കാർ ചെലവിൽ പിന്നെ ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള നീക്കം നടത്തേണ്ട കാര്യമില്ല. അതേ പറഞ്ഞുള്ളൂ. അതിനോട് നമ്മൾ പൂർണ്ണമായി യോജിക്കുന്നു. എങ്കിലും ഇതിനൊക്കെതിരെ പിന്നെ ഒരു അന്വേഷണം നടത്തുമോ, ഇതൊക്കെ ആരാണ് ഇതിന്റെ പിന്നിൽ കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല. ഇപ്പം ശബരിമല കൊള്ളയുടെ കാര്യം അതിനകത്ത് അതിനകത്തൊക്കെ തുടങ്ങിയപ്പോൾ ആരുമില്ല, അവരാന്ന് പറഞ്ഞു. ഇപ്പം അന്വേഷണം പിന്നെ വന്നപ്പോൾ അതിന്റെയൊക്കെ പിന്നെ സൂത്രധാരന്മാരായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾക്കാരാണ്. എന്ന് പറഞ്ഞ കണക്ക് ഒരു ആക്ട് നടക്കണമെങ്കിൽ ഒരു ക്രൈം എന്തെങ്കിലും രീതിയിൽ നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആലോചനയും ഗൂഢാലോചനയും. അതായത് ഈ ചിത്രം നീക്കാതെ ഈ ഒരു ബിനാലെയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് നിലപാടല്ലേ? തീർച്ചയായും. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുകയോ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും അതിനെപ്പറ്റി ഈ ദിവസങ്ങളെല്ലാം അതിനെപ്പറ്റി വരും. പറഞ്ഞില്ല, ഇപ്പം ന്യൂ ഇയറിന്റെ ആഘോഷം, ക്രിസ്മസിന്റെ ആഘോഷമൊക്കെയാണ് ആൾക്കാർ അല്പം തണുത്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമൂഹമൊക്കെ ഉടനടി പ്രതികരിക്കുന്നതല്ല. അതൊരു കുറച്ച് സമയമെടുത്തും ഇതിനകത്ത് ചെയ്യുന്ന ഒരു സമൂഹമായതുകൊണ്ട് ഇപ്പം പിന്നെ കത്തോലിക്ക കോൺഗ്രസ് ആകട്ടെ, അല്ലെങ്കിൽ കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആകട്ടെ, അല്ലെങ്കിൽ പിന്നെ മറ്റ് ക്രൈസ്തവ സംഘടനകളൊക്കെ, യുവജന സംഘടനകളൊക്കെ ആ രീതിയിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പൊ അത് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധം കാണാം. കോൺഗ്രസ് പാർട്ടി ഞങ്ങളോട് എന്താണ് കോൺഗ്രസ് പാർട്ടി തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയുമായിട്ടുണ്ടായപ്പോഴാണ് ഇത് പുറത്തേക്ക് വന്നത്. ശരി. അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും. റൈറ്റ്. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ വരെ എന്ന ചോദ്യമുണ്ട്. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പ് വരെ മാത്രമേ നമുക്ക് ആ സ്വാതന്ത്ര്യമുള്ളൂ എന്നതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരാളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതല്ല നമ്മുടെ സ്വാതന്ത്ര്യം. അവിടെയാണ് മതവിശ്വാസത്തെ മുറുക്കെ പിടിക്കാനും ആ മതവിശ്വാസം തുടരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് വേദനിപ്പിക്കുന്ന തരത്തിൽ പൊതുവായ ഇടങ്ങളിൽ ആണോ പ്രദർശിപ്പിക്കേണ്ടത് എന്ന ചോദ്യം ആണ് ഇവിടെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് സർക്കാർ പരിപാടികളിൽ എല്ലാവരുടെയും നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികളിൽ അടക്കം ഈ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരിപാടികൾ നടത്തേണ്ടതുണ്ടോ എന്നതാണ് ഇവിടെ സംശയമായി ഉയർത്തിയത്.